മുണ്ടക്കയം സെന്റ് ആന്റണീസ് ഇംഗ്ലീഷ് മീഡിയം LP സ്കൂളിന്റെ 27ാമത് വാർഷികാഘോഷം നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിന് ഹെഡ്മാസ്റ്റർ ഗ്രേസമ്മ മാത്യു സ്വാഗതം ആശംസിച്ചു. സീനിയർ അധ്യാപിക മേരിക്കുട്ടി മാത്യു ആനുവൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PTA പ്രസിഡന്റ് അഭിലാഷ് PR അധ്യക്ഷത വഹിച്ച സമ്മേളനം വ്യാകുലമാത ഫൊറോന പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജിറ്റോ അക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് രണ്ട് വ്യക്തികളെ, രണ്ട് ചെറിയ കഥകൾ പോലെ ഞാൻ സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നമുക്കെല്ലാവർക്കും സഞ്ജു സാംസനെ അറിയാം അല്ലേ? സഞ്ജു സാംസൺ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അടുത്തിടയ്ക്ക് നമുക്ക് ക്രിക്കറ്റ് വേൾഡ് കപ്പില് T20 വേൾഡ് കപ്പ് നേടിത്തന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച ആളാണ് സഞ്ജു സാംസൺ എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം, ഒത്തിരി നാളുകൾ ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, അല്ലെങ്കിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടും അദ്ദേഹത്തിന് വേണ്ടത്ര അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ അവസരങ്ങൾ ലഭിച്ചിരുന്നെങ്കിലും അത് വേണ്ട പോലെ ഉപയോഗിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കാതെ വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം കാത്തിരുന്നു. അദ്ദേഹം ഈ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: സ്വപ്നങ്ങൾ കാണാൻ ധൈര്യം കാണിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിച്ചത്, അല്ലെങ്കിൽ ഈ നേട്ടങ്ങൾ സ്വന്തമാക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞത്. അതെ, സഞ്ജു സാംസന്റെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ അടുത്ത് T20 വേൾഡ് കപ്പ് ഇന്ത്യക്ക് നേടിക്കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നേടിയെടുക്കാനായിട്ട് സാധിച്ചെങ്കിൽ അതിൽ സഞ്ജു സാംസന്റെ റോള് എത്രമാത്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതെ, തീർച്ചയായിട്ടും പരാജയം ഉണ്ടായപ്പോൾ സഞ്ജു സാംസൺ എന്ന വ്യക്തി ഒരിക്കലും അവിടെ പരാജയപ്പെട്ടില്ല, അല്ലെങ്കിൽ തളർന്നു പോയില്ല. അദ്ദേഹം വീണ്ടും പരിശ്രമിച്ച് തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായിട്ട് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഒരു വിജയം സ്വന്തമാക്കാനായിട്ട് സഞ്ജുവിന് സാധിക്കുകയും ചെയ്തു. അതുപോലെ വേറൊരു ചെറിയ കുട്ടിയുടെ കഥയുടെ ഞാൻ പറയുകയാണ്. ഒരു പഠിക്കാനായിട്ട് വലിയ മിടുക്കൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ഉഴപ്പൊക്കെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവൻ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പിന്നെ അവന്റെ അമ്മ അവനെ പഠിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അവൻ പഠിച്ചു, കുറെ നാളൊക്കെ പഠിച്ചു. അങ്ങനെ അവസാനം അവൻ കണ്ടുപിടുത്തങ്ങളിലേക്ക് കടക്കുകയാണ്. അങ്ങനെ അവൻ പല പ്രാവശ്യം ഓരോ സാധനങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ട് അവൻ ഒരു ബൾബ് കണ്ടുപിടിച്ചു, ഒരു ഇലക്ട്രിക് ബൾബ്. അതാണ് നമ്മൾ ഇന്നെല്ലാവരും ആദരിക്കുന്ന തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. ബൾബ് കണ്ടുപിടിച്ചത് അദ്ദേഹമാണെന്ന് നമുക്കറിയാം. അപ്പം അദ്ദേഹത്തിനോട് ഒരു മാധ്യമപ്രവർത്തകൻ ഇങ്ങനെ ചോദിച്ചു: താങ്കൾ 1000 തവണ പരിശ്രമിച്ചപ്പോഴും ഈ ബൾബ് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല, അല്ലെങ്കിൽ അതൊരു പരാജയമായിരുന്നു. അപ്പോൾ താങ്കൾക്ക് അതിൽ വിഷമമില്ലേ എന്ന് തോമസ് ആൽവ എഡിസണോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇപ്രകാരമാണ്: ഞാൻ പരാജയപ്പെട്ടില്ല, കാരണം ബൾബ് പ്രവർത്തിക്കാത്ത 10,000 വഴികൾ ഞാൻ കണ്ടെത്തുകയാണ്. പരാജയപ്പെട്ട ഓരോ നിമിഷങ്ങളിലും അത് പ്രവർത്തിക്കാത്ത ഒരു കാര്യമായിട്ട് അദ്ദേഹം കണ്ടെത്തുകയാണ്. 1000 പ്രാവശ്യം ഞാൻ ബൾബ് കണ്ടെടുക്കാനായിട്ട് പരിശ്രമിച്ചപ്പോഴും ഈ 1000 വഴികളിലൂടെ ഈ ബൾബ് ഉണ്ടാക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങൾ കാണാനായിട്ട് സാധിക്കട്ടെ. അങ്ങനെ സമ്മേളനത്തിൽ കൊക്കിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം സ്റ്റാൻലി സണ്ണി, റവറന്റ് ഫാദർ തോമസ് ചീരങ്കുന്നേൽ, സ്കൂൾ പ്രതിനിധികളായ മാസ്റ്റർ ഡെയിൻസ് ആൻഡോ, മാസ്റ്റർ ജെറോം ജിജോ എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ കുമാരി മിൻഷ ജോയുടെ ലളിതഗാനവും ഉണ്ടായിരുന്നു. സമ്മേളനത്തിൽ മാസ്റ്റർ ജെറിൻ റായി കൃതജ്ഞതയും രേഖപ്പെടുത്തി. തുടർന്ന് കുട്ടികൾക്കുള്ള സമ്മാനദാനങ്ങളും വിവിധ കലാപരിപാടികളും നടന്നു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.